അതെയാ? സാർ അമ്പരക്കൊന്നും വേണ്ട, എന്റെ വീടായത്. മക്കളെ, ശത്രുക്കളൊക്കെ ഒരുപാടുള്ള സ്ഥിതിക്ക് ഇതാ സുരക്ഷിതം. ഇവിടെ കയറി വന്ന ആരും ഒരു ചുക്കും ചെയ്യില്ല. അതുകൊണ്ട് ആ ഡോക്ടറെ കാണിച്ച് ഡ്രസ് ചെയ്യിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇവരൊക്കെ അല്ലോ, ഇതെന്ത് ചോദ്യ? മക്കളാ സാറേ. നിസാമുദ്ദീൻ, അൻവറുദ്ദീൻ, സക്കീറുദ്ദീൻ, കമാലുദ്ദീൻ, കുട്ബുദ്ദീൻ. ഇതാരം നോക്കിയേ. ഇതെന്റെ ബീവി, ഫാത്തിമ ബീവി. പിന്നെ അവൾ ഒറ്റയ്ക്കല്ല, വയറ്റിലൊരാളൂടെ ഉണ്ട് സാറേ. എന്താ സലീം ഇത്? ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് ഒരു പിടിയില്ലെന്ന് തോന്നുന്നു. പടച്ചോൻ തരുന്നതല്ലേ സാറേ, പോരുന്നിടത്തോളം പോരട്ടെ എന്ന് ഞാനും വച്ചു. അങ്ങനെയെങ്കിലും നമ്മുടെ പേര് ഗിന്നസ് ബുക്കിൽ കയറട്ടെ. ഒരു പെൺകുഞ്ഞോട് വേണമെന്ന് അയക്കാക്ക്, അതിനുവേണ്ടിയാ. പിന്നെയും അടുത്തത് ആൺകുട്ടി എങ്ങനെ ആയിപ്പോയാ ഇടാൻ നല്ല പേരുണ്ടോ സലീമേ? ഉണ്ട് സാറേ, ഉണ്ട്. അടുത്ത 5 ആൺകുട്ടിയൊക്കെയുള്ള പേര് വരെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ബദറുദ്ദീൻ, സൈനുദ്ദീൻ, മൊയ്നുദ്ദീൻ, സലാഹുദ്ദീൻ, മമ്മൂട്ടിദ്ദീൻ. എന്തായാലും സലീമിനെ കണ്ട ഇത്രയും കുട്ടികളുടെ ബാപ്പയാണെന്ന് തോന്നില്ല. ആണല്ലേ സാറേ? എല്ലാവരും ഇത് തന്നെയാ പറയുന്നത്. പക്ഷെ ഇവക്ക് പ്രായം കൂടുന്നില്ലേ എന്നൊരു ചെറിയ സംശയം. കൂടുന്നു. ഇന്നാളെ ഒരാളെന്നോട് ചോദിക്കുക ഏത് കോളേജിലാ പഠിക്കുന്നതെന്ന്. കോളേജിലോ? നീയോ? കുട്ടിവെച്ചിരുന്നു കേട്ടോ. അല്ല, എന്റെ പ്രായം കണ്ട ചർമ്മം ഒട്ടും തോന്നുന്നില്ല എന്ന്. ചർമ്മം കണ്ട പ്രായം തോന്നുന്നില്ല എന്നാ ഉദ്ദേശിച്ചത്. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അങ്ങനെയല്ല, നീ നേരെ തിരിച്ചാ പറഞ്ഞത്. എന്റെ പുറത്തുവിന് ഈ കള്ളം പറഞ്ഞ ഞാൻ ആദ്യമേ അങ്ങനെ തന്നെ പറഞ്ഞു, ആവശ്യമില്ലാതെ. തർക്കം വേണ്ട. ഞാന് സാറിന്റെ മുറി വെക്കേറ്റ് ചെയ്ത് ലഗേജ് ഇങ്ങ് എടുത്തോണ്ട് വരാം. അത് പോയി ചെയ്വാഴ കൊണ്ടായിക്കൊണ്ടിരിക്കാം. അതൊക്കെ വേണോ സലീമേ? നിങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല സാറേ. ഈ അവസ്ഥയിൽ സാർ അവിടെ ഒറ്റയ്ക്ക് കഴിയുന്ന ഞങ്ങൾക്ക് വിഷമം അല്ലേ ഫാത്തിമ? പിന്നല്ലാണ്ട് ഞങ്ങള് പാവത്തുങ്ങൾക്കൊപ്പം കഴിയാൻ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്നാ ഞങ്ങളുടെ സംശയം. ആരെവിടെ പാവങ്ങളും പണക്കാരനും? ഞാനും നിങ്ങളെപ്പോലൊരു സാധാരണക്കാരൻ തന്നെ. നമ്മളെല്ലാം അവനവന്റെ തൊഴിലെടുത്ത് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. എങ്കിൽ ഞാൻ പോയിട്ട് വരാം. ശരി സാർ എന്തായാലും ഇന്ന് കുളിക്കണ്ട, 2 ദിവസം കൊണ്ടേ മുറിവ് കരിയുന്ന ഡോക്ടർ പറഞ്ഞത്. ശരി മക്കളെ, വന്നേ. എടുക്കണമെന്നുണ്ട്. ഉമ്മയ്ക്ക് 2 കൈയല്ലേ ഉള്ളു. നടക്ക്. നീറട്ടെ, അങ്ങനെ നീറട്ടെ. 2 സോപ്പ് വെച്ച് തീർക്കുമ്പോ 3 തെക്കോട്ട് പോകും, 1 ഇങ്ങോട്ട് പിടിക്കുമ്പോ 4 വടക്കോട്ട് പോകും. ഇതല്ലാതെ ഉമ്മയ്ക്ക് വേറെ വഴിയില്ല എന്റെ മക്കളെ. പുത്തൻ സോപ്പായിരുന്നു. പകലന്തിയോളം നിങ്ങളുടെ വാപ്പ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന കാശ ഇങ്ങനെ പറപ്പിച്ച് കളയുന്ന ഓർമ്മ വേണം. നിരന്നു തന്നെ. 2 കൂടുതൽ മക്കളുള്ള ഉമ്മാമാരൊക്കെ ഇത് കണ്ടെങ്കിൽ ഒന്ന് തണുക്കട്ടെ. ഈ ബാഗും സാധനങ്ങളും ഒക്കെ നമ്മുടെ സാറിന്റെ മക്കളെ. അത് വേണ്ട, നിന്നെ ഞാൻ എടുക്കാം. For more updates, like, comment, subscribe to our channel.